മാർക്കോ സിനിമ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യില്ല, OTT റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് CBFC അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കേന്ദ്രത്തോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഒക്കെ കണ്ടു. സോ മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത്ര ഇന്റൻസിറ്റി ഉള്ള വയലൻസ് സീൻസ് ഉള്ള സിനിമകൾ എടുക്കില്ല, കാട്ടാളനിൽ വരെ വയലൻസ് കമ്മിയായിരിക്കും എന്നൊക്കെ. അപ്പൊ മാർക്കോ 2 ഇല്ല എന്നാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം. ഇപ്പൊ എല്ലാവർക്കും സമാധാനം ആയല്ലോ അല്ലേ? സിനിമയായിട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ സിനിമ കാണാൻ നിൽക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഡബ്ബ കാട്ടിൽ കണ്ടു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചാച്ചി എഴുതിയിട്ടിരിക്കുകയാണ്, ഡബ്ബ കാട്ടില് ഡ്രഗ്സിനെ ഗ്ലോറിഫൈ ചെയ്യാണ്, അങ്ങനത്തെ സീരീസ് ഒന്നും ഇപ്പൊ ഇറക്കാൻ പാടില്ല എന്ന്. പിന്നെ നമ്മളെ ഡ്രഗ് എന്താ, ഡ്രഗിനോട് നമ്മൾ പറയണോ, അയ്യോ ഡ്രഗേ എന്റെ ജീവിതത്തോട് നീ വരല്ലേ, ഞാൻ രക്ഷപ്പെട്ട് പൊക്കോട്ടെ, എന്തോന്നടേ ഇത് അറിയാൻ ചോദിക്കുകയാണ്. ഇപ്പൊ കൊറിയൻ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത്. കൊറിയയിൽ എത്ര പേര് തല്ലിച്ചാവുണ്ട്, അവർക്കൊക്കെ നമ്മളെക്കാളും കൂടുതൽ ബോധം ഉണ്ട് എന്ന് പറയാ. സോ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ ഞാനും പറയും, സീരിയൽ കാരണമാണ് ആൾക്കാർ നശിക്കുന്നതെന്ന്. സീരിയൽ എന്താണ്, അവിഹിതം, അസൂയ, കുശുമ്പ്. ഇത് ചിലവർക്ക് 9 മണി 10 മണിക്ക് ശേഷം വീട്ടിൽ കയറാൻ വരെ കാരണം ഈ സീരിയൽ. എന്നാൽ സീരിയൽ നിർത്തലാക്കണം എന്നേ ഞാൻ പറയുള്ളൂ. എത്ര കാലം ഈ മറ്റേ പുൽച്ചാണ്ടി അപ്പിയിടുന്നതും അതേപോലെ തന്നെ ഓന്ത് അപ്പിയിടുന്നതും ഷൂട്ട് ചെയ്ത് പ്രകൃതി പടം എടുത്തു വെക്കും? എനിക്ക് അറിയാൻ ചോദിക്കാണ്. കാലമേ പിറക്കുമ്പോ മാസ് പടങ്ങൾ, KGF പോലുള്ള പടങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് വൺസ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയപ്പോ എല്ലാവർക്കും പ്രശ്നമാണ്. എന്തിന് ഈ പ്രൊഡ്യൂസറിന്റെ മകൻ എനിക്കറിയില്ല, ഒരു കൊച്ച് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങേർക്ക് അറിയാ എന്താണ് റിയൽ ലൈഫ്, എന്താണ് റിയൽ ലൈഫ് എന്ന്. ഇവിടെ പലർക്കും ഇല്ലാത്ത ബോധം ഇങ്ങേർക്ക് ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചിനെ പിടിച്ച് അഭിനയിപ്പിച്ചത്. ഇനിയിപ്പോ സിനിമയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ഹീറോ വില്ലനെ ഇടിച്ചിടുന്നതിന് പകരം വില്ലനെ കൊണ്ട് ധ്യാന കേന്ദ്രത്തിലാക്കാം, അപ്പൊ നന്നായി വരുമല്ലോ. ഇത് കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ നന്നാവും, നമുക്ക് ക്രൈം ബ്രാഞ്ചും അങ്ങനെ പിരിച്ചുവിടാം. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്, ഞാൻ ഒരു ഫീൽ ഗുഡ് സിനിമയെ പറ്റി പറയാൻ വന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ഇഷാ തൽവാറിന്റെ ഒരു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇഷാ തൽവാറിനെ പൊതുവെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് നമ്മുടെ തട്ടത്തിൻ മറയത്തിലെ നായിക. സിനിമയുടെ പേര് കോശൽ ജീസ് വേഴ്സസ് കോശൽ, ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു 2.25 മണിക്കൂറിന്റെ നല്ലൊരു ഫീൽ ഗുഡ് പടം. നമുക്ക് വേണമെങ്കിൽ പറയാം ആ സ്മോൾ സ്റ്റോറി വിത്ത് എ ബിഗ് ഹാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. 2 ജനറേഷന്റെ കഥ പറയുന്ന സിനിമയാണ്. അതായത് ഒന്ന് മകൻ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആള്, അച്ഛനും അമ്മയും പോരാ, അച്ഛനും അമ്മയുടെ ബിഹേവിയർ ശരിയല്ല, അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, കഴിക്കുന്ന ഭക്ഷണം ഒന്നും ശരിയല്ല, അവർ നടക്കുന്ന നായകൻ. ഇവൻ എന്തോ വലിയൊരു അപ്പനാണെന്നാണ് എന്റെ വിചാരം. എല്ലാവരും പോയി ഉപദേശിക്കല്, മോഡേണിലെ ലൈഫ് സ്റ്റൈലാണ് എനിക്ക് വേണ്ടത്, ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള രീതി നടക്കുന്ന ആളാണ്. അപ്പോഴാണ് ഇഷാ തൽവാറിനെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. സോ യൂഷ്വലി എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരു സാധനമാണ്, ഇപ്പൊ എല്ലാ പടത്തിലും കണ്ടുവരുന്ന ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇതിലും അത് തന്നെയാണ്. പിന്നീട് ഈ ഇഷാ തൽവാറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി ട്രഡീഷൻ, പഴയ കൾച്ചർ, ഇതിനോടൊക്കെ താല്പര്യം. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇത് ചെറിയൊരു ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ, ഇതൊന്നും ഫുൾ സിനിമയൊന്നും അല്ല പറഞ്ഞത്. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, നീ എല്ലാ സിനിമയുടെയും കഥ പറയാന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനാ കാണുന്നതെന്ന്. സോ ചെറിയൊരു ബ്രീഫായിട്ട് പറഞ്ഞാണ്, അല്ലാതെ ഫുൾ സിനിമയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിൽ ആദ്യത്തെ കുറച്ച് സീൻസ് ഒക്കെ ഭയങ്കര ബോറാണ്. ഈ നായകന്റെ ഈ മറ്റേ ജോലി സ്ഥലങ്ങളിലെ കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുന്നത് വൻ ബോർ തന്നെയാണ്. പിന്നീട് ഈ പേരൻസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. ചില ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രസമാണ്. പേരൻസ് ആയിട്ട് അഭിനയിച്ചവരും ഇവൻ ഇഷാ തൽവാർ വരെ കിടിലൻ തന്നെയായിരുന്നു. ഇഷാ തൽവാർ എന്നാ ലുക്കാണെന്ന് അറിയോ? ഒരു സീൻ ഉണ്ട് ഇതില്, ഇവര് വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് കയറി വരുന്നത്. ആ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി പറയുന്ന ഡയലോഗ് മാത്രമേ ഓർമ്മ വരുള്ളൂ. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് വന്നിട്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കാണാന്ന് വെച്ചാൽ നല്ലൊരു കൊച്ചു പടമായിട്ടാണ് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ട്രൈ ഇറ്റ് ഔട്ട്.